കുറുവ സംഘത്തിലെ ഒന്നാം പ്രതി സന്തോഷ് സെൽവനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. ഇതിനിടെ വടക്കൻ പറവൂരിലെ കുമാരമംഗലത്തെത്തിയത് കുറുവ സംഘമെന്ന സൂചന ബലപ്പെടുന്നു. ായ സന്തോഷ് സെൽവത്തിന്റെ പേരിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 30ഓളം മോഷണക്കേസുകൾ നിലവിലുണ്ട്. സന്തോഷ് സെൽവത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കുമെതിരെയും തമിഴ്നാട്ടിൽ മോഷണക്കേസുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. നേരത്തെ തിരുട്ട് ഗ്രാമത്തിലെത്തിയാണ് സന്തോഷിനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയത്. സന്തോഷിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം മോഷണ സാധനങ്ങൾ കണ്ടെടുക്കേണ്ടതുമുണ്ട്. അതേസമയം സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് വിട്ടയച്ചു. മോഷണങ്ങളിൽ ഇയാൾ പങ്കെടുത്തതായി തെളിവില്ലെന്ന് കണ്ടെത്തി. എപ്പോൾ അറിയിച്ചാലും കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നാണ് നിർദ്ദേശം. പുന്നപ്രയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ സീനിയർ കുറുവ സംഘമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെത്തിയ 14 അംഗ സംഘത്തിലെ മധ്യവയസ്കരായ 2 പേരാണ് വടക്കൻ പറവൂരിലെ കുമാരമംഗലത്തെത്തിയതെന്നാണ് വിവരം. വിശദമായ അന്വേഷണത്തിന് കൊച്ചി റൂറൽ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ആലപ്പുഴ. സന്തോഷ് സെൽവത്തിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരമാണെങ്കിൽ 13 കുറുവക്കാർ ഇനിയും പുറത്താണ്.